ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ സ്നാക്സായ ഏലാഞ്ചി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. തേങ്ങ ചുരുകിയത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക എന്നിങ്ങനെ കല്ലിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ക്യാഷു ഇല്ലായിരുന്നു. ക്യാഷൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, മുന്തിരിയും ക്യാഷും ഒക്കെ. എൻ്റെ അടുത്ത് ക്യാഷു ഇല്ലായിരുന്നു, ക്യാഷു തീർന്നു വരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് വേണ്ടി ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ട ഈ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടില്ല, 3/4 കപ്പ് എടുത്തിട്ടുള്ളൂ. 1 കപ്പ് മൈദയ്ക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ 2 കപ്പ് എടുക്കുകയാണെങ്കിൽ 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കണേ. കോഴിമുട്ട ചേർത്ത് കൊടുത്താലേ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾ പൊടി ഒരു കളറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി ഈ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ബാറ്റർ കുറച്ചൊന്ന് ലൂസായിട്ട് വേണം. ദോശയുടെ ഒക്കെ ബാറ്റർ എടുക്കത്തില്ലേ, അതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ലൂസാവണേ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അതൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാറ്റർ ഇതുപോലെ ഇരിക്കണേ. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ തയ്യാറാക്കത്തില്ലേ, അതുപോലെ കുറച്ച് ലൂസായിട്ടിരിക്കണം. പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാമേ. തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഈ ഏലക്ക കൂടി ഇട്ട് കൊടുക്കാമേ. ഈ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിരിക്കുകയാണ്. ഇനി ഈ മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. നല്ല ഡ്രൈ ഒന്നും ആക്കണ്ട കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഈ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് കോരി ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇത് ഒഴിച്ചു കൊടുക്കാമേ. കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്, എന്നാലേ ഈ മഞ്ഞ കളർ കിട്ടുകയുള്ളേ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇതിൻ്റെ 2 സൈഡും വെന്തിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാമേ. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം. ഈ ഭാഗത്ത് വേണം വെച്ച് കൊടുക്കാൻ. ഈ ഭാഗം വേണം മുകളിൽ വരാൻ. ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഈ സൈഡിലായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കരുത്, അപ്പോൾ റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവുക. ഇങ്ങനെ ഈ സൈഡിലായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവേ. നല്ല ടൈറ്റായിട്ട് വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. ഇതുപോലെ ടൈറ്റായിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ. ഇത് സൈഡിലായിട്ട് കുറച്ച് മാത്രമേ വെച്ച് കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇത് വെളിയിൽ വരാനിടയുണ്ട്. ഇനി ഇത് റോൾ ചെയ്തെടുക്കാമേ. ഇതുപോലെ വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. ഇത് റോൾ ചെയ്തെടുക്കുമ്പം കുറച്ച് ടൈറ്റായിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെളിയിൽ പോകാനിടയുണ്ട്.
എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്